ദേ ഉയ്യയുടെ സ്വഭാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അവിടെ ഇവിടെ നടന്ന് മാറിയും മറിഞ്ഞും പറഞ്ഞു കളയും. ആവക അഭ്യാസമൊന്നും ഇവിടെ വേണ്ട. വേഗം പോയാട്ടെ. ഇവിടുത്തെ കാലത്തിലെ ആ പരിപ്പ് വേവൂല കേട്ടോ. നീ അതും അതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. ആ രമ്യ എന്തായാലും നിന്നേക്കാൾ ഭേദം. എന്തൊക്കെയാ വേണോട്ടെ കേക്കുന്നേ? ചതിയാടി ചതി. ആ അനന്തമുള്ള വർമ്മസാറിനെ ചതിച്ചതാ. അയാൾക്ക് പണ്ടേ വർമ്മസാറിനോട് ശത്രുതയാ. വർമ്മസാറിന്റെ പാർട്ടി നെടുകയും കുറുകയും പിളർന്നല്ലോ. അസ്ഥി വരെ കീറിപ്പോയി. ഇനി അങ്ങേര് എന്ത് ചെയ്യും ദൈവമേ? ദേ ഇവളുടെ കുറെ അഹങ്കാരത്തിന് ശമനം കിട്ടിയല്ലോ. വർമ്മസാറിന്റെ വീട്ടിൽ ആരെങ്കിലും മന്ത്രിയായാലല്ലേ ഇവളുടെ കെട്ടിയോന് പി ആകാൻ പറ്റൂ. എന്റെ ഭർത്താവും ഞാനും ഒക്കെ ജീവിക്കുന്നതേ നിങ്ങളുടെ ഔദാര്യത്തിലൊന്നും അല്ലല്ലോ, ആണോ? ദൈവമേ, ജേട്ടന് ആരെങ്കിലും പി ആക്കണേ. ആഹാ, വാർത്തയുടെ ചൂട് സഹിക്കാൻ പറ്റാത്തോണ്ടാണോ എല്ലാരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നേ? ഇൻഷാ അല്ലാഹ് ദൈവമേ. സംസ്കാര സമ്പന്നയായ രുക്മിണി ദേ വന്നിരിക്കുന്നു. ഈ രാത്രി ഇവിടെ പൂരപ്പറമ്പായിരിക്കും. ആ കലാപരിപാടികൾ കണ്ട് രസിക്കാം. ഇവളുടെ അഭ്യാസം മാറി നിന്ന് രസിക്കാം. നിങ്ങൾക്കെന്താ രാത്രിയിൽ പിരിയിളകിയ? പിരിയിളകാൻ പോകുന്നതേ നിങ്ങക്കാ. ആ കേട്ടില്ലേ ന്യൂസ്? കേട്ടില്ലേ? മകന്റെ അമ്മായിയപ്പൻ മഹാനായ പ്രതാപവർമ്മയുടെ ആപ്പീസ് അങ്ങ് പൂട്ടി. അയാളുടെ പാർട്ടി ഓലപ്പടക്കം പോലെ അങ്ങനെ പൊട്ടി. അതിന് നിങ്ങക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്ക്. അതേടി, ഞാൻ എന്റെ കാര്യം അങ്ങ് നോക്കാൻ പോവാ. ആ കാര്യത്തിന് ഇനി എളുപ്പമായല്ലോ. ഇനി രാഷ്ട്രീയം വെച്ച് എന്നെ തോൽപ്പിക്കാൻ വരില്ലല്ലോ. അയാൾ മുൻകൈ എടുത്ത എന്റെ വീട് പിടിച്ചു വാങ്ങിയത്. വീട് ഞങ്ങൾ ആരോട് പിടിച്ചു വാങ്ങിച്ചൊന്നുമല്ലല്ലോ, വില കൊടുത്ത് തന്നെ വാങ്ങിച്ചതാ. പിടിച്ചു വാങ്ങിച്ച വീട്ടിൽ താമസിക്കാനൊക്കെ രുക്മിണി. അടി വീഴുന്നില്ലല്ലോ. സ്റ്റണ്ട് കാണാനാ എനിക്കിഷ്ടം. ഇനി നീ നോക്കിക്കൊടി, ഞങ്ങളോട് തട്ടിപ്പറിച്ച് മേടിച്ച ആ വീട് രുക്മിണി തിരിച്ച് മേടിച്ചിരിക്കും. ശരി, ആയിക്കോട്ടെ, നമുക്ക് കാണാമല്ലോ. അതുവരെ ഈ 22 സെന്റിന് പുറത്ത് നിന്ന് സംസാരിച്ചാ മതി. ഇപ്പൊ ഈ വീടും പറമ്പും എന്റെ പേരില. നീയൊക്കെ ചെവിയിൽ നുള്ളിക്കോടി. ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഇത് രാത്രിയാണ്. ഈ മുറ്റത്ത് കയറി വന്ന് ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാലേ ഞാൻ പോലീസിനെ വിളിക്കും. അവര് ഭവനവേതനത്തിന് കേസെടുക്കും. ഒന്ന് വേഗം ചെല്ല്. ഹോ, ഭവനവേതനം? ഭവന മോഷണത്തിന് കേസുണ്ടാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തൊരു അഹങ്കാരമായിരുന്നു. അതിന് ദൈവം കൊടുത്ത തിരിച്ചടിയായത്. എപ്പോഴെപ്പോഴും വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ആ ഋതികയുടെ മുഖത്തുണ്ട് അഹങ്കാരം. അവളുടെ തലയൊന്ന് താഴ്ന്നു കാണണം. അതിനുവേണ്ടി എന്തെല്ലാം വഴിപാടുകളാ ദൈവമേ ഞാൻ നേർന്നത്. ഹോ, ഞാൻ കഴിച്ച വഴിപാടിനൊക്കെ ഫലം തരാതെ ഇരിക്കുവോ മക്കളെ ദൈവം? ഹോ, പരാമറിൽ പൊളയുന്ന പുഴുക്കളാ 3 ആ ചെറുക്കൻ ഇത്തിരി മാന്യനാണെന്നാ തോന്നുന്നത്. ഓ, അതിനെ കൂടെ ആ വകതിരിവ് കെട്ട പെണ്ണ് നശിപ്പിക്കുമല്ലോ. വളരെ തന്ത്രപൂർവം രുക്മിണിയോട് കൂട്ടുപിടിക്കണം. ആർക്കെങ്കിലും ഇട്ടൊരു 10 പാര വയ്ക്കണമെങ്കിൽ ഇവളെ പോലുള്ള കീടങ്ങൾ വേണം. എന്തായാലും പാർട്ടി പിളർന്നതോടെ പ്രതാപവർമ്മ ക്ലോസ്. അപ്പൊ അതാണ് വിഷയം. വർമ്മസാറിന്റെ നാശം ആഘോഷിക്കുകയാണ്. എനിക്കൊരു ദോഷവും വർമ്മസാറ് ചെയ്തിട്ടില്ല. എന്നാലും വർമ്മസാറിനെ കുറ്റം പറഞ്ഞോണ്ട് കയറിച്ചെല്ലാം. രുക്മിണി, ഇൻഷാ അല്ലാഹ് യുഎഇന്ന് തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓ ഓ ഓ, ഒരു യു ആയി പോയി. അതിപ്പോ എന്റെ തലയിൽ പോവത്തില്ല. എന്തായാലും
മോളുടെ വല്യമ്മയ്ക്ക് വലിയ സങ്കടമുണ്ട് കേട്ടോ. ആറ്റുനോറ്റുണ്ടായ ഒരു ഗർഭം ഇങ്ങനെ തകർന്നു പോയില്ലേ. അത് തകർത്തവരോട് ദൈവം ചോദിക്കട്ടെ. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നേ? ഞങ്ങൾക്കൊന്നും അതിൽ വലിയ സങ്കടമില്ലല്ലോ. അയ്യോ, നിങ്ങൾക്കാർക്ക് സങ്കടമില്ലേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഓ, അപ്പൊ പിന്നെ ഞാനായിട്ട് മാത്രം എന്തിനാ കരയുന്നേ? അത് ഞാനിങ്ങ് തിരിച്ചെടുത്തേക്കാം. അല്ല, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ഡിസ്പ്ലിക്കോഷനൊക്കെ തീർന്നോ? ഇപ്പൊ അവല് ശർക്കരയും പോലെയാണോ രണ്ടുപേരും? അതിന് ഞാനും എന്റെ അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. അയ്യോ, രാധമ്മയുടെ കാര്യം അല്ല പറഞ്ഞത്. ഞാനും അവരുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. എന്റെ ഈ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ അമ്മയോ? അമ്മയും തൊമ്മിയും കൂടെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കാണാം. ആ, അറിഞ്ഞില്ലേ? വർമ്മ സാർ ഇടിച്ചും അങ്ങേരുടെ പണിക്കുറ്റി തീർന്നിട്ട്. അല്ല, നിങ്ങൾ ന്യൂസ് ഒന്നും കണ്ടില്ലേ? ആ, കണ്ടു. അയ്യോ, ന്യൂസ് തകർക്കുക. ഇന്ന് അന്തിച്ചർച്ച ഉണ്ടാവും. പണ്ട് ഈ അന്തിച്ചർച്ച എന്ന് പറയുന്ന പരിപാടികൾ ഉണ്ടായിരുന്നത് കള്ളുഷാപ്പിലായിരുന്നു. അടിപിടിയൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ന്യൂസ് ചാനലിലായി. ഞങ്ങളുടെ വീട്ടിലെ ആ കൃതിക ഉണ്ടല്ലോ, കൃതിക, അവളുടെ തലക്കിട്ട് ദൈവം ഒരു കൊട്ടു കൊടുത്തതാ. ഓ, എന്തോ ഒരു അഹങ്കാരമായിരുന്നു ആ പെണ്ണിന്. ദേ, ഉയ്യയുടെ സ്വഭാവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ അവിടെ ഇവിടെ നടന്ന് മാറിയും മറിഞ്ഞും പറഞ്ഞു കളയും. ആവക അഭ്യാസമൊന്നും ഇവിടെ വേണ്ട. വേഗം പോയാട്ടെ. ഇവിടുത്തെ കാലത്തിലെ ആ പരിപ്പ് വേവൂല കേട്ടോ. നീ അതും അതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. ആ രമ്യ എന്തായാലും നിന്നേക്കാൾ ഭേദം. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ പോവുക. ഒരു ഗർഭവും നിനക്ക് വരാതെ പോട്ടെ. ജീവിതമല്ലേ, വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ പരാജയങ്ങളെക്കുറിച്ച് ഓർക്കണം. ഇതൊന്നും സാരമില്ല, എല്ലാം തരണം ചെയ്തല്ലേ പറ്റൂ. തരണം ചെയ്യണം. ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ തളർന്നു പോവും. കൂടെ നിന്നവർ പിന്നിൽ നിന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ മരിക്കുന്നത് നല്ലതെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ. പക്ഷേ മനുഷ്യ ജന്മത്തിൽ ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് പോരാടി ജീവിച്ചു. ഇന്ന് എനിക്ക് സ്വന്തമെന്ന് തോന്നുന്നതെല്ലാം എൻ്റെ അരികിൽ തന്നെ ഉണ്ട്.